കൗമാരം നന്നായാൽ ജീവിതം നന്നാകും. കൗമാരം നന്നാക്കാനായിട്ട് 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ 5 കാര്യങ്ങളും പക്കയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, ലൈഫ് സെറ്റാണ്. ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിനാണ് പ്രധാന പരിഗണന കൊടുക്കേണ്ടതും. നാം എന്തു പഠിക്കണം, എന്തിനു പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ എത്തണം എന്നീ കാര്യങ്ങൾ നാം കൃത്യമായി കൗമാരത്തിൽ തന്നെ ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവും പിന്നീട് വരാനില്ല. കുട്ടികൾക്ക് ശരിയായ സമയത്ത് ശരിയായ കരിയർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പഠനം വളരെ എളുപ്പമാകും. അവരുടെ ഭാവി എന്താണെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ചുള്ള പഠനം അവർക്ക് സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും. നിർഭാഗ്യവശാൽ അതിനുള്ള അവസരം കുട്ടികൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ശരിയായ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കേൾക്കുകയും കുട്ടിക്ക് അത് നല്ലതാണ് എന്ന് തോന്നുകയും ചെയ്യുന്നതല്ല. കുട്ടിയുടെ അഭിരുചി മനസ്സിലാക്കി, അവൻ്റെ സ്കില്ല് മനസ്സിലാക്കി, അവനനുസരിച്ചുള്ള ഒരു കരിയറാണ് അവൻ തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടണം, എങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ഇത്രയും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. പഠനത്തിന് വേണ്ടിയുള്ളൊരു മൈൻഡ് സെറ്റ്, കൃത്യമായ ഒരു ഫോക്കസിങ്, കൃത്യമായ ഒരു പഠന രീതി ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവന് പിന്നീട് പഠനത്തിലോ കരിയറിലോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പാണ്. കൗമാരത്തിലാണ് ഏറ്റവും അധികം റിലേഷൻഷിപ്പ് പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ പ്രശ്നം വീട്ടിൽ തന്നെയാണ്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം വഷളാകാനുള്ള ഏറ്റവും വലിയ സാധ്യത കൗമാരത്തിലാണ്. പരസ്പരം മനസ്സിലാക്കാതെ കലഹിക്കുന്ന, ബഹളം വയ്ക്കുന്ന ഒരു രീതിയിലായിരിക്കും മിക്ക കുടുംബങ്ങളിലും. ഇതിനൊരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. അത് ക്ലിയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് സൗഹൃദങ്ങളിലാണ്. നല്ല സൗഹൃദങ്ങളാണ് നല്ല വളർച്ചയ്ക്ക് ആവശ്യം. പക്ഷേ പലപ്പോഴും അത് കണ്ടെത്തുന്നതിലും അത് കൊണ്ടുപോകുന്നതിലും കുട്ടി പരാജയപ്പെടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ കൗമാരത്തിലാണ് പ്രണയം ആരംഭിക്കുന്നത് കുട്ടികൾക്കൊക്കെ. ഇവിടെ പക്വതയില്ലാത്ത ഒരു പ്രായമാണ്, കാര്യങ്ങൾ ഗൗരവമായി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രായമാണ്. ആ പ്രായത്തിലൊക്കെ പ്രണയത്തിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ലക്ഷ്യവും അവരുടെ ജീവിതവും ഒക്കെ പ്രശ്നത്തിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ പ്രണയത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചുമൊക്കെ നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് യാതൊരു അബദ്ധവും പറ്റാതിരിക്കും. കുടുംബ ബന്ധങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്ന് കുട്ടി പഠിക്കണം. സൗഹൃദങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കുട്ടി പഠിക്കണം. പ്രണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുട്ടി പഠിക്കണം. അങ്ങനെ ഈ 3 കാര്യങ്ങളും നന്നായി മനസ്സിലാക്കി നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഭാഗവും സെറ്റാകും. ഇനി മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഹാബിറ്റ്സ് ആണ്, ശീലങ്ങളാണ്. പലതരത്തിലുള്ള ശീലങ്ങളും ആരംഭിക്കുന്നത് കൗമാരത്തിലാണ്. ഇതിൽ കൂടുതലും മോശമായിട്ടുള്ള ശീലങ്ങളാണ് കേട്ടോ. കുട്ടികൾ ആദ്യമായി പുകവലിച്ച് നോക്കാൻ തുടങ്ങുന്നത്, മദ്യപിക്കാൻ തുടങ്ങുന്നത്, അതുപോലെ തന്നെ മയക്കുമരുന്നിലേക്ക് പോകുന്നതൊക്കെ തന്നെ ഈ കൗമാര കാലഘട്ടത്തിലാണ്. അവർക്കെല്ലാം ഒരു കൗതുകമാണ്. ഈ കൗതുകത്തിൻ്റെ പേരിൽ ചില കാര്യങ്ങൾ തുടങ്ങുകയും പിന്നീട് അത് തുടരാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്നു. അതവരുടെ ശീലമായിട്ട് മാറുന്നു. അപ്പോൾ പലതരത്തിലുള്ള ദുശീലങ്ങൾ കുട്ടിയിലേക്ക് വരാം. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ച് കുട്ടിക്ക് ഒരു അവബോധം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് അവന് സാധിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടി എപ്പോഴും മൊബൈലിലായിരിക്കും, മറ്റു കാര്യങ്ങളൊന്നും അവൻ അറിയുകയില്ല. അങ്ങനെ മൊബൈലിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതം എന്താകും എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇനി 4ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹെൽത്താണ്. ഹെൽത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രായമാണ് കൗമാരം. വളർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണല്ലോ കൗമാരം. ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഫിസിക്കൽ ഹെൽത്താണ്, ശാരീരികമായിട്ടുള്ള ആരോഗ്യമാണ്. രണ്ടാമത്തത് മാനസികമായിട്ടുള്ള ആരോഗ്യമാണ്. മൂന്നാമത് വരുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഹെൽത്താണ്. 4ാമത് വരുന്നത് ഇമോഷണൽ ഹെൽത്താണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളും കുട്ടി കറക്റ്റാക്കണം. അല്ലെങ്കിൽ അവൻ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് അവൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവന് കാര്യങ്ങളൊക്കെ ഓക്കെ ആകാനായിട്ട് സാധിക്കും. അവൻ്റെ ശരീരത്തെക്കുറിച്ച് അവനൊരു ബോധമില്ലെങ്കിൽ, ശരിയായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരീരത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അവിടെയാണ് പൊണ്ണത്തടി ഉണ്ടാവുക, ശരീരത്തിൻ്റെ വല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുക ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരീരത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ബോധം ഉണ്ടാവുകയും എൻ്റെ ശരീരം ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്താൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അവന് തന്നെ വരുത്താനായിട്ട് സാധിക്കും. രണ്ടാമത് നേരത്തെ പറഞ്ഞുവല്ലോ മാനസിക പക്വതയെക്കുറിച്ച്, മാനസികമായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ച്. ഈ മാനസിക ആരോഗ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും കുട്ടി തെറ്റായ വഴിയിലേക്ക് പോകുന്നത്. പഠനത്തെയൊക്കെ ബാധിക്കുന്നതും ഈ മാനസിക ആരോഗ്യം ഇല്ലായ്മ തന്നെയാണ്.
അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് വൈകാരികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ കെയർ ചെയ്യണം. അത് കെയർ ചെയ്തില്ലെങ്കിൽ ഇമോഷണലായിട്ട് അവൻ പലപ്പോഴും താഴ്ന്നു പോകും, വീണു പോകും. അവിടെ അവനെ പിടിച്ചു കയറ്റാനായിട്ട് ആരും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെ കുട്ടി മനസ്സിലാക്കുകയാണെങ്കിൽ സംഗതി ഉഷാറായിരിക്കും. പിന്നെ ഉള്ളത് സ്പിരിച്വൽ ഇൻ്റലിജൻസ് ആണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചും കുട്ടി ശരിയായിട്ട് പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, നല്ലൊരു അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി നമുക്ക് അഞ്ചാമത്തെ കാര്യം കൂടി നോക്കാം. അത് ഡിസിപ്ലിനാണ്. കൗമാരത്തിലാണ് ഡിസിപ്ലിൻ ശീലിക്കേണ്ടത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യതയും വ്യക്തതയും ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൗമാരത്തിലാണ്. നമുക്കൊക്കെ അറിയാം, കൗമാരത്തിലെ കുട്ടികൾക്ക് ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ എഴുന്നേൽക്കുന്നത്, ഉറങ്ങുന്നത്, ആഹാരം കഴിക്കുന്നത്, കുടിക്കുന്നത്, കഴിക്കുന്നത് ഒക്കെ തന്നെ അവരുടെ തോന്നിയതുപോലെയാണ്. ഏതെങ്കിലും സമയത്ത് എഴുന്നേൽക്കുക, ഏതെങ്കിലും സമയത്ത് കിടക്കുക, ഒന്നിനും ഒരു ചിട്ടയുമില്ല, ഒരു കൃത്യതയുമില്ല. ശരിക്കും അവിടെ ഒരു മാറ്റം ആവശ്യമാണ്. കൃത്യതയും വ്യക്തതയും സ്പഷ്ടതയും വന്നു കഴിഞ്ഞാൽ കൗമാര ജീവിതം അടിപൊളിയാകും, അവൻ്റെ ജീവിതവും ഭാവി ജീവിതവും അടിപൊളിയാകും. അപ്പോൾ ഒരു കൃത്യനിഷ്ഠ എല്ലാത്തിലും ഉണ്ടാക്കിയെടുക്കണം, ഒരു സ്പഷ്ടത എല്ലാത്തിലും ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ളൊരു പരിശീലനം അവന് കൊടുത്ത് അവനെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കവും കൗമാരത്തിൽ തന്നെ പഠിക്കണം. ജീവിതത്തിൻ്റെ ഭാഗമാണല്ലോ സമ്പത്ത്. അപ്പോൾ പണത്തെക്കുറിച്ചും ശരിക്കും പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയൊക്കെ തന്നെ ഈ കൗമാരകാലത്ത് നേടിക്കഴിഞ്ഞാൽ അവൻ സാമ്പത്തികമായിട്ട് വളരെ മെച്ചപ്പെടാനും പണത്തെ നന്നായിട്ട് ഉപയോഗിക്കാനും ഒക്കെ തന്നെ അവൻ പഠിക്കും. അപ്പോൾ നമ്മൾ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, കൗമാരകാലത്ത് ഈ 5 കാര്യങ്ങളും കുട്ടി ശരിയായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. പക്ഷേ നമുക്ക് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ പലപ്പോഴും കഴിഞ്ഞു എന്ന് വരില്ല. കാരണം നമ്മൾ പലതിലും ഇതിനകത്ത് വിദഗ്ധരായിരിക്കില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് തെറ്റുപറ്റാം. അവൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ, അവൻ്റെ പഠനത്തെ മാറ്റിയെടുക്കാനായിട്ട്, അവൻ്റെ കരിയറിന് ഗൈഡൻസ് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് കഴിഞ്ഞു എന്ന് വരില്ല. ഇവിടെ മാതാപിതാക്കളായ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ കൃത്യമായി അറിയാവുന്ന, വ്യക്തമായി അറിയാവുന്ന, പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന വ്യക്തികളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഭംഗിയാകും. അപ്പോൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനായിട്ട്, അവരെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ബന്ധങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെ വേണം, സൗഹൃദങ്ങൾ എങ്ങനെ വേണമെന്നൊക്കെ അവർക്ക് നന്നായി പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഹാബിറ്റ്സിനെ കുറിച്ച്, ശീലങ്ങളെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ശീലങ്ങളിൽ കൂടി നമ്മുടെ കുട്ടി വളരുകയും ചെയ്യും. ആരോഗ്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിച്ചു കൊടുത്താൽ അതും അവന് ആ രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നല്ല അച്ചടക്കത്തെക്കുറിച്ചും, അച്ചടക്കം എങ്ങനെയാണ് വരുത്തേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കുട്ടിയുടെ ജീവിതം നമുക്ക് അടിപൊളിയാക്കാനായിട്ട് സാധിക്കും. കൗമാരം നന്നായാൽ ജീവിതം നന്നാകൂ എന്ന് പറയുമ്പോഴേക്കും ഈ 5 കാര്യങ്ങൾ നന്നായാലാണ് ജീവിതം നന്നാവുക. ഇതിലേതെങ്കിലുമൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിൻ്റെ പരാജയം സംഭവിക്കുകയും ചെയ്യും. കൗമാരക്കാരായ കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് ശരിയായ മാർഗത്തിൽ കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്, റിതം ഓഫ് ലവ്. ഈ കോഴ്സിൽ വരുന്ന കുട്ടികൾക്ക് ഈ 5 കാര്യങ്ങളും ഭംഗിയായി മനസ്സിലാക്കാനും അവരുടെ ജീവിതം ഉഷാറായി ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. വളരെ ബൃഹത്തായിട്ടുള്ള, വളരെ കാര്യഗൗരവത്തോടു കൂടിയാണ് ഈ കോഴ്സിനെ ചിട്ടപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഒരു ദിവസത്തെ ഒരു മാസ്റ്റർ മൈൻഡ് ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് തന്നെ ഇവർക്ക് വളരെ ഗുണപ്രദമായിരിക്കും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സിൽ കൂടി തന്നെ കുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. പിന്നെയുള്ളത് 12 ഓൺലൈൻ സെഷൻസ് ആണ്. വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിദഗ്ധരായിട്ടുള്ള, പ്രതിഭകളായിട്ടുള്ള വ്യക്തികളാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നയിക്കുന്നത്. ഒപ്പം തന്നെ 52 വിഷയങ്ങളിൽ 52 വീഡിയോ സെഷൻസ് ഉണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങൾ വീഡിയോ രൂപത്തിൽ കുട്ടികൾക്ക് ആഴ്ചകൾ തോറും കൊടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോൾ അക്കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. പിന്നെയുള്ളത് PQPV സെഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാര്യമാണ്. അത് വളരെ ഗൗരവമായിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. കൗമാരത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങളൊക്കെ തന്നെ ആരോട് ചോദിക്കും, എങ്ങനെ ചോദിക്കും എന്ന് അവൻ അറിയില്ലായിരിക്കും. അപ്പോൾ അത്തരത്തിലുണ്ടാകുന്ന ഈ സംശയങ്ങളൊക്കെ അവനൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വ്യക്തമായി, കൃത്യമായി, ശാസ്ത്രീയമായി അതിനുള്ള മറുപടി അവന് വീഡിയോ രൂപത്തിൽ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ് PQPV സെഷൻ അഥവാ പേഴ്സണൽ ക്വസ്റ്റ്യൻ ആൻഡ് പേഴ്സണൽ വീഡിയോ ആൻസറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് കുട്ടിക്ക് വളരെ ഗുണപ്രദമായിരിക്കും. എത്ര ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, അതിനൊക്കെയും തന്നെ അവന് വ്യക്തമായ, കൃത്യമായ ആൻസർ ലഭിക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് മെൻറ്ററിംഗ് ആണ്. മെൻറ്ററിംഗ് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. കുട്ടിക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നേരിട്ട് സംവദിക്കാനും ക്ലിയർ ചെയ്യാനുമായിട്ട് സാധിക്കും. അതിനുവേണ്ടിയുള്ളൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാം കൂടി നമ്മൾ ഈ പ്രോഗ്രാമിനോടൊപ്പം ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് കൗൺസിലിംഗ് ആണ്. ഇതൊക്കെ പോരാഞ്ഞിട്ട് കുട്ടിക്കൊരു കൗൺസിലിംഗ് ആവശ്യമായി വന്നാൽ അവനൊരു കൗൺസിലിംഗ് എടുക്കാനും സാധിക്കും. അത് വേണമെങ്കിൽ മാതാപിതാക്കളോടൊപ്പം വന്ന് വേണമെങ്കിലും ആ കൗൺസിലിംഗ് സ്വീകരിക്കാനായിട്ട് സാധിക്കും.
അങ്ങനെ കൗമാരത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിച്ച് അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ എവിടെ എത്തണമോ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് റിതം ഓഫ് ലവ് എന്ന പ്രോഗ്രാം മാർഗദർശൻ ഹാപ്പിനെസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അവതരിപ്പിക്കുന്നത്. കൗമാരകാലത്ത് നിങ്ങളുടെ കുട്ടിക്ക് നൽകാനായി ഇതിലും വലിയൊരു സമ്മാനം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാനായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.mhri.in സന്ദർശിക്കുക. അല്ലെങ്കിൽ 94 47 35 54 39 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു.